ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചരിത്രം പറയുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ച വാളുമാറി കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ മക്ക പർവ്വതങ്ങൾ വരെ കിടുകിട വിറച്ചുപോയി എന്ന ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളൂരി പ്രവാചകരുടെ കാൽക്കലേക്ക് വന്ന ആ ബഹുമാനപ്പെട്ടവർ അവസാനം ഷഹാദത്ത് കലിമ പറഞ്ഞ് വാളു വലിച്ചെറിഞ്ഞ് മുത്തറസൂലിന്റെ മാരടത്തിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ ചരിത്രം വല്ലാതെ പുളകം കൊള്ളുന്ന രംഗമാണ്. അങ്ങനെ എത്രയെത്ര ആളുകൾ അവസാനം ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങിയപ്പോ ഇസ്ലാമിന്റെ ബദ്ധവൈരികളാണ്, ശത്രുക്കളാണ് ഒരു വിഭാഗത്തിന് തീരെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ സംഭവം നടന്നതാണ് ഹുദൈബിയയുടെ സമയം. ആയിരക്കണക്കിന് ആളുകൾ രഹസ്യമായും പരസ്യമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഇസ്ലാമരം സ്വീകരിക്കാൻ വരുമ്പോ ഇസ്ലാമരം സ്വീകരിക്കാൻ വരുന്നവരിൽ വാപ്പയെ മറന്നുകൊണ്ടുവരുന്ന മക്കളുണ്ടായിരുന്നു, ഉമ്മയെ കളഞ്ഞിട്ട് വരുന്ന മക്കളുണ്ടായിരുന്നു. സ്വത്തും കൊട്ടാരവും പദവിയും പവറും കുടുംബ മഹിമയും ഒന്നും നോക്കാതെ ഇനി എനിക്ക് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആദർശം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടുകൂടി പഠിച്ചു കൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒഴുകിയെത്തിയിരുന്നവരായിരുന്നു ഹുദൈബിയ കാലഘട്ടത്തിലെ എന്റെ പ്രിയപ്പെട്ടവരെ മുത്തറസൂലിന്റെ മുമ്പ് കുറെ ആളുകൾ. അവരെല്ലാവരും വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഇസ്ലാമരം സ്വീകരിച്ച റാഹത്തായിട്ടിരിക്കുമ്പോ അവരുടെ ബന്ധുക്കളും അവരുടെ കുടുംബക്കാരുമെല്ലാം അവരുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് വരികയാണ്. അവര് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളൊരു പരാതി പറയാൻ വേണ്ടി വന്നതാ. എല്ലാവരെയും മയക്കിയെടുത്തതുപോലെ, എല്ലാവരെയും കുറ്റപ്പെടുത്തിയതുപോലെ, എല്ലാവരെയും കൈവശപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നീ തട്ടിയെടുത്ത ആ ഒരു വിഭാഗം ജനങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ല എങ്കിൽ ഞങ്ങൾ തിരിച്ചു പോവില്ല, അവരെയും കൊണ്ടേ ഞങ്ങൾ പോവുകയുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ നിന്റെ മുമ്പിലേക്ക് വന്ന് ഇസ്ലാമരം സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ഇസ്ലാമരം വളഞ്ഞിട്ട് അവരെ ഞങ്ങളോടൊപ്പം തിരിച്ചു വിട്ടില്ല എങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിപ്പോവില്ല എന്ന് ശക്തിയുക്തം പാലിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കി, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? വന്നവര് പറഞ്ഞു, ഇന്നമാ ഖറജു ഫിറാറൻ മിൻ അംവാലിനാ, അവര് വന്നിരിക്കുന്നത് ഞങ്ങളുടെ സമ്പത്തെല്ലാം കളഞ്ഞിട്ടാണ്, ഞങ്ങളുടെ മനോഹരമായ വീടും കൊട്ടാരവും സ്വവസതിയും സന്തോഷവും എല്ലാം കളഞ്ഞിട്ടാണ് മുഹമ്മദേ യതീമായ നിന്റെ മതത്തിന്റെ ആദർശം സ്വീകരിക്കാൻ വേണ്ടി അവര് വന്നത്. അവർക്കറിയില്ല ഇസ്ലാം കള്ളത്തരമാണ്, പൊള്ളയാണ്, മോശമാണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അവരെ നീ പിടിച്ചു വെക്കാതെ തിരിച്ചു വിട്ടില്ലെങ്കിൽ നിന്നോടൊപ്പമുള്ളവരെയും നിന്നെയും ഞങ്ങൾ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവർ വിചാരിച്ചത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ വർത്തമാനം മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നയാളാണ് എന്ന ഒരു തെറ്റിദ്ധാരണ അവർക്ക് വന്നുപോയി. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹു പടച്ചതമ്പുരാനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാ, ഇനി എന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ ഇനി എന്നോട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന മുസ്ലിമായവരെ തിരിച്ചു വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരാരെയും ഞങ്ങൾ നിർബന്ധിച്ച് മുസ്ലിമാക്കിയതല്ല, ഇസ്ലാമാണ് സത്യമെന്ന് മനസ്സിലായപ്പോ ആകാശത്തിന്റെ അധിപനായ, പ്രപഞ്ചത്തെ പടച്ചവനായ, ഭൂമിയെ പടച്ചവനായ, സൃഷ്ടിസ്ഥിതി സമാനകർത്താവായ പ്രപഞ്ചനാഥനാണ്, ഏക ഇലാഹാണ് എന്ന തിരിച്ചറിവ് ബോധവും ഉണ്ടായപ്പോ ആ പ്രവാചകന്റെ ആ ഏറ്റവും വലിയ തൗഹീദിന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രബോധനവുമായി കടന്നു വന്ന പ്രവാചകനാണ് ഞാനെന്നവർക്ക് മനസ്സിലായപ്പോഴാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. കൊണ്ട് നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ വെറുതെ വിടില്ല. അവരെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒരു പിടിച്ച വാളുമാർ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റുപോലെ കവന്തത്തെ വാളിന്റെ മൂർത്തന്റെ കുത്തിവെച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഏറ്റവും വലിയ ധീരനായ ഒരു യോദ്ധാവിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്കിടയിലേക്ക് പറഞ്ഞുവിടും. അതുകൊണ്ട് തന്തഹുന്ന ഈ വർത്തമാനം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകണമെന്ന് പറയുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ വാക്ക് കേട്ടുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ആരെയും നോക്കാതെ നിങ്ങളുടെ തലവെട്ടിയെറിയുന്ന ധീരനായ ഒരാളെ അല്ലാഹു നിങ്ങൾക്കിടയിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് പറ്റോ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ അവിടെ തടിച്ചുകൂടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹാബികൾ മുഖത്തോട് മുഖം നോക്കുകയാ. അല്ലാഹു
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ധീരനായ ധൈര്യശാലിയായ അഭ്യസ്തവിദ്യനായ ആ യുവത്വം തുളുമ്പുന്ന യുവനേതാവ് ആരായിരിക്കുമെന്നവർക്ക് സംശയം വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു. അല്ലാഹുവിന്റെ റസൂലേ, അത് ഞാനാണോ ഹബീബേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് മൂർച്ചയുള്ള വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങയുടെ കാവൽക്കാരനായി, ദീനിന്റെ കാവൽക്കാരനായി, സഹാബത്തിന്റെ കാവൽക്കാരനായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് ഏറ്റവും വലിയ കാവൽ നിൽക്കുന്ന യോദ്ധാവിനെ കുറിച്ച് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവിടെ ഇരിക്കണം അബൂബക്കറെ, നീയല്ല. മൻ ഹുവ യാ റസൂലല്ലാഹ്, ആ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീയല്ല അബൂബക്കറെ, അവിടെ ഇരിക്കുക. രണ്ടാമത്തെ ആൾ എഴുന്നേറ്റ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ ധൈര്യത്തിന്റെ കഥ പറഞ്ഞാൽ, നീതിയുടെ കഥ പറഞ്ഞാൽ, യോദ്ധാവിന്റെ കഥ പറഞ്ഞാൽ അതിനപ്പുറം പറയാൻ മറ്റൊരാളില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നപ്പോൾ സഹാബികൾ വിചാരിച്ചു ഉമറായിരിക്കുമെന്ന് കരുതി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, നീയല്ല അവിടെ ഇരിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ്, ഉസ്മാനേ, നീയല്ല അവിടെ ഇരിക്കുക. എല്ലാ സഹാബികളും അത്ഭുതത്തോടുകൂടി കാത്തിരുന്നു. ആരാണ് ആ ധീരയോദ്ധാവെന്നറിയാൻ വേണ്ടി. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരുമിച്ചെഴുന്നിട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹാബികൾ ചോദിച്ചു, മൻ ഹുവ യാ റസൂലല്ലാഹ്. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിൽ ഒരു വലിയ ഭീഷണിയുടെ സ്വരം മുഴക്കിയിട്ട് അവരെ വിരട്ടി പറഞ്ഞേക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ ഈമാനിന്റെ, ഏറ്റവും വലിയ ധൈര്യത്തിന്റെ, ഏറ്റവും വലിയ അഭ്യാസത്തിന്റെ, ഏറ്റവും വലിയ സ്ഥൈര്യത്തിന്റെ കഥയുമാറി കടന്നു വന്ന യോദ്ധാവ് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആസിഫുൻ അലീ. ഇന്നലെ രാത്രിയിൽ ഇശാ നമസ്കാരം കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂല്, അങ്ങയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന് ചില കേടുപാട് വന്നിട്ടുണ്ട്, അത് ശരിയാക്കി കൊണ്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കാലിൽ കിടന്ന ചെരുപ്പ് വാങ്ങിക്കൊണ്ടുപോയ ഒരു സഹാബിയാണത്. അതാ നിങ്ങൾ അങ്ങോട്ട് നോക്കുക, ആ മനോഹരമായ ഇന്ദമരത്തിന്റെ കവാടം തുറന്നുകൊണ്ട് കടന്നു വരുന്ന സഹാബിയെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് മൂർച്ചയുള്ള വാളുമായി ഇറങ്ങി വരുന്ന ധീരനായ യോദ്ധാവെന്ന് ഞാൻ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഭീഷണി മുഴക്കി പറഞ്ഞു കൊടുത്തരെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ എല്ലാ സഹാബികളും ചിന്തിക്കുന്നു, അല്ലാഹ്, ഇന്നലെ പ്രവാചകന്റെ ചെരുപ്പ് വാങ്ങി കൊണ്ടുപോയതാരാ? മുത്ത റസൂൽ ധരിക്കുന്ന ചെരുപ്പ് നേരെയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാരാ? എല്ലാവരും നോക്കിയിരിക്കുമ്പോ കവാടം കടന്നുകൊണ്ട് കിടന്നു വരുന്നതാരാ? ഇസ്ലാമിക ചരിത്രത്തിൽ അതുപോലെ ഒരു ചരിത്രം എന്റെ പ്രിയപ്പെട്ട കൊച്ചാലമോടുകാരാ ഇന്ന് വരെ ജീവിതത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എത്രയോ ലക്ഷക്കണക്കിന് സഹാബികൾ കടന്നു വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ ബഹുമാനപ്പെട്ട സഹാബിയെ പോലെ ഒരു ചരിത്രത്തിന്റെ നായകനാകാൻ, ഉടമയാകാൻ, സൗഭാഗ്യങ്ങളുടെ ഏറ്റവും വലിയ പർദീസയിലേക്ക് ഒരു കിളിയെ പോലെ ചിറക് വെച്ച് പറന്നു പോകാൻ ഒരു സഹാബിക്കും കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബിയാണ് കവാടം കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോ, സഹാബികൾ നോക്കുമ്പോൾ അതാരായിരുന്നു? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ അലിയുൻ കറമല്ലാഹു വജ്ഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പോലെ തിളക്കമുള്ള ഒരു ചരിത്രം കാണിക്കോ? ഒറ്റക്കണക്കിന് സഹാബത്തിന്റെ ചരിത്രം പറയൂ നോക്കിയാൽ എന്റെ കൊച്ചാലുമോടുകാരാ ഒരു കടലാസ് പോലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. എന്റെ പ്രവാസന ജീവിതത്തില് കാലം കുതിക്കുന്ന നീതിമാൻ എന്ന ശീർഷകത്തിലൂടെ നിങ്ങൾ ആ കാസറ്റ് കേട്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. അല്ലാഹുവിന്റെ പടവാൾ എന്ന ശീർഷകത്തിന് താഴെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. അല്ലാഹുവിന്റെ സിംഹം എന്ന ശീർഷകത്തിന് താഴെ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഒരു വാക്കുപോലും മറ്റ് സഹാബികളെ കുറിച്ച് മുത്ത് റസൂൽ പറഞ്ഞിട്ടില്ല. അത്രത്തോളം പദവിയുടെ, അത്രത്തോളം ഉന്നതിയുടെ, അത്രത്തോളം സ്ഥാനമാനത്തിന്റെ കൊടുമുടിയിലേക്ക് പറന്നെത്താൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മഹാനായ അലിയും കറമല്ലാഹു വജ്ഹു തങ്ങളുടെ ചരിത്രം ഞാൻ എന്റെ കൊച്ചാലമോട് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സദസ്യർക്ക് റബീഉൽ അവ്വലിന്റെ സമ്മാനമായിട്ട് പ്രഭാഷണത്തിലൂടെ സമർപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാറ്റത്തിന്റെ
അള്ളാഹുവിന്റെ മാറ്റിൽ കൊടുക്കുന്ന പടക്കുതിരകളായിട്ടല്ലാതെ ഈ സരസിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല പൊന്നുമോനെ. ഒരു കേവലം ഒരു സിനിമ ഇറങ്ങുമ്പോ ആ സിനിമാ സ്റ്റൈലിൽ മുടിവെട്ടാനും ആ സിനിമാക്കാരന്റെ പോലെ വസ്ത്രം ധരിക്കാനും ആ സിനിമാക്കാരന്റെ പോലെ നടക്കാനും അയാളെ പോലെ ജീവിക്കാനും സ്വാഭാവികമാരും വിവരക്കേടിന്റെ പടുംകുഴിയിൽ വീണുപോലെ ആധുനിക കാലഘട്ടത്തിലെ എന്റെ ഏഴാംകൂലികളെ പോലെ ജീവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ മനസ്സ് വെക്കുമ്പോ എന്റെ പൊന്നുമോനെ, ഇതൊരു സിനിമയുടെ കഥയല്ല, ഇതൊരു നോവലല്ല, ഇതൊരു ചരിത്രമാണ്. ആകാശം പൊട്ടിക്കരഞ്ഞു പോലെ ഭൂമി രോമാഞ്ചം കൊണ്ടുപോയ ഇസ്ലാമിക ചരിത്രങ്ങൾ അത്ഭുതത്തോടുകൂടി മാത്രം അന്നും ഇന്നും എന്നും കാണുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാ. എന്റെ പെങ്ങള്, ആ പൈരശാലിയുടെ ചരിത്രം നിന്റെ മനോമുഖരത്തിലേക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഈ മാസത്തിന്റെ പവിത്രതയിൽ നിനക്ക് സമർപ്പിച്ചു തരുമ്പോ ഒരു മാറ്റമില്ലാതെ എഴുന്നേറ്റ് പോവുക എന്ന് പറയുന്നത് അലിയാരിതങ്ങളോടുള്ള സ്നേഹക്കുറവിന്റെ പേരിലായിപ്പോ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 2-2.5 മണിക്കൂർ കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആ വിഷയത്തിന്റെ ആദ്യാവസാനം വരെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളെ കുറിച്ച് അറിയണ്ടേ? 2 മണിക്കൂർ നിങ്ങൾ ഈ സരസിലിരിക്കുന്നത് വെറുതെ ആവരുത്. 2.5 മണിക്കൂർ സരസിലിരിക്കുന്നത് നൗഷാദ് ബാഖവിയുടെ പ്രസംഗത്തെ അളക്കാനാകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പഴയകാലത്ത് പാലോട് നിൽക്കുമ്പോ പ്രസംഗിച്ചതുപോലെ തന്നെയാണോ? അതല്ല കഴിഞ്ഞ വർഷം വന്ന് പറഞ്ഞതുപോലെ തന്നെയാണോ? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വളർച്ചയുണ്ടോ? ഉയർച്ചയുണ്ടോ എന്ന് നോക്കാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൂഫയുടെ പരിശുദ്ധമായ മണ്ണിന്റെ മലരായി മണവാളനായി മാണിക്യമുത്തായി കിടന്നിറങ്ങുന്ന അലി ഹൈദർ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ 2.5 മണിക്കൂർ ജീവിക്കാൻ എന്റെ കൊച്ചാലമ്മോട് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ട് നെയ്യത്ത് ചെയ്യുക. എന്റെ പ്രിയമുള്ളവര്, അങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അത് പറയട്ടെ, ആരംഭ റസൂല് പറയട്ടെ. സഹാബികളൊക്കെ അത്ഭുതത്തോടുകൂടി മാത്രം കേട്ടുപോയ ഒരുപാട് ഹദീസുകളാണ് അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് കേട്ടോ, മൻമാത അലാ ഹുദ്ദിക ബഅദ മൗതിക ഖത്തമല്ലാഹു ലഹു ബിൽ അംനി വൽ ഈമാൻ. എന്റെ അലിയേ, നീ വഫാത്തായതിനു ശേഷം, നീ മരണപ്പെട്ടതിനു ശേഷം നിന്നെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ച് മരണപ്പെട്ടു പോയോ? അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ച് മരണപ്പെട്ടു പോയാൽ, എനിക്ക് അലിയാരങ്ങളെ വല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും മരണപ്പെട്ടു പോയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നാവും നുബുവത്തിന്റെ വർത്തമാനമല്ലാതെ പറയില്ല പ്രിയപ്പെട്ടവര്. അല്ലാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ ആ മുത്ത റസൂലിന്റെ നാവ് കൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയം വരെ ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല. ആരംഭ റസൂൽ പറയുന്നു, മൻമാത അലാ ഹുദ്ദിക, നിന്നെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ, നിന്നെ ഇഷ്ടപ്പെട്ടവരായിട്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ, ഖത്തമല്ലാഹു ലഹു ബിൽ അംനി വൽ ഈമാൻ, അവന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഈമാൻ കൊണ്ടും സുരക്ഷിതത്വം കൊണ്ടും സീൽ ചെയ്യുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. 1.5 ലക്ഷത്തോളം വരുന്ന സഹാബി വര്യന്മാര് മുത്തുറസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു സഹാബിയെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ അലിയെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവനെ ഖബറിന്റെ അകത്ത് പേടിക്കണ്ട, അവന്റെ ഈമാൻ തോറ്റുപോയില്ല, അവന്റെ ഈമാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും നല്ല പദവിയില. എന്റെ പൊന്നുമോനെ, കോഴിക്കോട് ജില്ലയിലെ മുക്കമെന്ന് പറയുന്ന സ്ഥലത്ത് കാഞ്ചനമാല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് പ്രേമം അഭിനയിച്ചു പോയ മൊയ്തീന്റെ ജീവചരിത്രം കേൾക്കുന്നു. ആവേശം വന്നുകൊണ്ട് നിർത്തിപ്പോര പ്രണയങ്ങളുടെ പിന്നാലെ വാലാട്ടി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ഒരു സിനിമാ നടന് വേണ്ടി അതപ്പതിക്കാനുള്ളതല്ല പൊന്നുമോനെ നിന്റെ ജീവിതം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി കൊല നടത്താനും കൊല്ലിവെക്കാനും ചലഞ്ഞറിഞ്ഞുകൊണ്ട് നടറോഡിൽ കിടന്ന് വെട്ടേറ്റുകൊണ്ട് ഓടയിൽ പട്ടിയെ പോലെ ചത്തു വീടാനല്ലോ ഇസ്ലാമിന്റെ യുവത്വവേദന്റെ ജീവിതമെന്ന് തിരിച്ചറിയുക. എന്റെ പൊന്നുമോനെ, നീ ഇഷ്ടപ്പെടുന്ന സർവ്വതയും നിനക്ക് ദൂരേക്ക് വലിച്ചെറിയ. നിന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയാന്തരത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കിടന്നിട്ട് പിന്നത് സ്നേഹം കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കേണ്ടത് മഹാനായ അലിയിൽ കറമല്ലാഹു വജ്ഹഹു തങ്ങളെയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസുകൾ കേട്ടോ. ഇത് കേൾക്കുമ്പോഴാണ് 2.5 മണിക്കൂർ സമാധാനത്തോടെ ഇരുന്ന് ഞാൻ ആ ചരിത്രം ശ്രമിക്കും
കിട്ടുമ്പോ ആ പ്രവാചകന്റെ സന്തര സഹചാരിയായ അലിയാർ തങ്ങളോട് എനിക്കൊരു സ്നേഹം വരുന്നത്, നിനക്കൊരു ഇഷ്ടം വരുന്നത്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ അഹബ്ബ അലിയം ബിഖൽബിഹി, ആരെങ്കിലും ഖൽബ് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടു പോയാൽ ഫലഹു സുലുസു സവാബു ഹാദിഹിൽ ജന്ന, അതോ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മൂന്നിൽ ഒരു പ്രതിഫലം അവനുള്ളതാ. ഹൃദയം കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടു. ഉസ്താദേ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ പ്രസംഗിച്ച ഇടക്കാരനെ കൊണ്ട് പറ്റൂല. ഞാൻ അലിയാർ തങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് നാടുനീളെ പറഞ്ഞുകൊണ്ട് നടക്കാരനെ കൊണ്ട് പറ്റൂല. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ കൽബിലുള്ള ഇഷ്ടമാണ് എന്നൊരാൾ പറഞ്ഞാൽ ഈ ഉമ്മത്തുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ മൂന്നിൽ ഒന്ന് അവനുള്ളതാണെന്ന് പറഞ്ഞത് ത്വാഹ മുഹമ്മദ് മുസ്തഫ. ഹൃദയം കൊണ്ടൊന്ന് സ്നേഹിച്ചാൽ, കൽബ് കൊണ്ട് ആ പുന്നാര റസൂലുള്ളാഹിയുടെ സഹചാരിയായ അലി റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ഇഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഈ ഉമ്മത്തിന് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ മൂന്നിൽ ഒന്നാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമൻ അഹബ്ബഹു ബിഖൽബിഹി വലിസാനിഹി, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഇഷ്ടപ്പെട്ടാൽ. നാവ് കൊണ്ടെന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുക, അലി റളിയല്ലാഹുവിനെ കുറിച്ച് പാടുക, അലി റളിയല്ലാഹുവിന്റെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ കൽബ് കൊണ്ട് ഒരു സ്നേഹം കൽബിലുണ്ടായിരിക്കുക. അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയാൽ ഈ ഉമ്മത്തിന്റെ മൂന്നിൽ രണ്ട് പ്രതിഫലം അവർക്കുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വമൻ അഹബ്ബഹു ബിഖൽബിഹി വലിസാനിഹി വയദിഹി, കൈകൊണ്ട് കൽബ് കൊണ്ട് നാവ് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടു പോയാൽ സവാബു ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുഴുവനും പ്രതിഫലം ആ ഒരു വ്യക്തിക്ക് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ റബീഉൽ അവ്വൽ ഇതിനേക്കാളും വലിയൊരു സമ്മാനം നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഉമ്മത്തിന്റെ മുഴുവനും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. കൽബ് കൊണ്ട് നാവ് കൊണ്ട് കൈ കൊണ്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു കൈ കൊണ്ട് വെറുത്തിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെറുത്തിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു തന്റെ ഇടം കാണിക്കുമ്പോഴാണ് കൈ കൊണ്ടുള്ള ഇഷ്ടം വരിക. അല്ലാതെ കയ്യിൽ അലി റളിയല്ലാഹു അൻഹു മൈലാഞ്ചി ഇടുന്ന പോലെ പെണ്ണുങ്ങൾ എഴുതി വെക്കണ പോലെ എഴുതി വെച്ചുകൊണ്ട് നടക്കലല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അലി റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്താ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയം, കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിൽ പഠിക്കുന്ന സമയം, അവിടെ മദ്രസയിൽ 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അവിടെ സമസ്തയുടെ ഒരു കലാമത്സരം നടന്നു റബീഉൽ അവ്വലിൽ. അവിടെ പാട്ട് പാടി ഫസ്റ്റ് വാങ്ങിയാൽ പിന്നെ മലപ്പുറത്ത് പോയി പാടാം. അങ്ങനെ എന്ത് ചെയ്തു, ഉസ്താദുമാരൊക്കെ പറഞ്ഞു എന്തായാലും നീ പാടണം. അങ്ങനെ പാട്ട്, അന്ന് പാട്ടൊന്നും അറിയില്ല. എന്റെ വാപ്പാക്ക് ആകെ അറിയുന്ന ഒരു പാട്ട് കായലരികത്ത് വലയെറിഞ്ഞപ്പോഴെന്നുള്ള പാട്ട്. അത് പാടിയ സമ്മാനം കിട്ടൂല, മറച്ചെന്ന് പിരിച്ചുവിടുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്തു, അത് പറ്റിയില്ല. അപ്പൊ അവിടെ ഒരു അന്ന് ഉണ്ടായിരുന്ന ഒരു സ്വാദിഖ് ഉസ്താദ് ഉണ്ട്. ഇപ്പൊ ആളുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, ഒരുപാട് വർഷമായി. അപ്പോ അവിടുത്തെ മറസെ പഠിപ്പിച്ചിരുന്ന ഒരു സ്വാദിഖ് ഉസ്താദായിരുന്നു. മൂവാറ്റുപുഴക്കാരനോ തൊടുപുഴക്കാരനോ അന്തേത് ഭാഗത്തുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറെ പാട്ടുകൾ ഇങ്ങനെയുണ്ട്. അപ്പൊ തന്നിട്ട് പറയാം, മുത്തൈലി അന്ന് അവിടെ അദ്ദേഹം പഠിക്കുകയാണ്, മുത്തൈലിമായിട്ട് പഠിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറി എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള പാട്ട് നമ്മൾ മുത്തൈലിങ്ങൾ മദ്രസ നമുക്ക് കൊടുക്കുമല്ലോ എഴുതിയെടുക്കാൻ വേണ്ടി. അപ്പൊ അതിലിങ്ങനെ നോക്കിയിട്ട് ഒരു പാട്ട്, വലിയൊരു പാട്ട്, നല്ല അന്ന് പഴയ കാലത്ത് യേശുദാസൊക്കെ കാസുലൊക്കെ പാടി സമ്മാനമൊക്കെ നമുക്ക് ഈ ഒരുപാട് ആളുടെ നബിദിനാഘോഷത്തിനും മറ്റു പരിപാടിക്കൊക്കെ പാട്ട് പാടി സമ്മാനം വാങ്ങിയ പാട്ട്. അപ്പൊ പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയെങ്കിലും എഴുതിയെടുത്തു. അപ്പൊ അതെന്ത് ചെയ്തു, അത് പാടി. ആ പാട്ട് അലി റളിയല്ലാഹുവിന്റെ ചരിത്രമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ആ പാട്ട് അലി റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. ആ പാട്ട് നിങ്ങൾക്കറിയാം, അത് ഒരുപാട് സദസ്സിൽ ഞാൻ പാടിയിട്ടുണ്ട്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അത് പാടി അവിടെ നിന്ന് സമ്മാനം വാങ്ങി മലപ്പുറത്ത് പോയി അത് പാടി. മലപ്പുറത്ത് പോകുമ്പോൾ പിന്നെ അവിടുത്തെ പാട്ട് നമ്മളെ പാട്ട് തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. അവിടെ മൈക്കൊക്കെ കയ്യിൽ വെച്ച് ഡാൻസ് കളിച്ചൊക്കെയാണ് പാടുക. നമ്മളെ പോലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അസ്സലാമു അലൈക്കും എന്നല്ല. നമ്മൾ ചലിക്കണമെങ്കിൽ ജഡ്ജസ് പിടിച്ച് കുലുക്കണം, എന്നാലേ നമ്മൾ ചലിക്കുള്ളൂ. നമ്മൾ തിരുവനന്തപുരം തെക്കൻ മേഖലയൊക്കെ എങ്ങനെയാ. അപ്പൊ അവിടെ പോയി അത് പാടി. അപ്പോഴും ആ വാക്കുകൾ, ആ മനോഹരമായ ഈരടികൾ, അതിനകത്ത് മഹാന്മാരായ എഴുത്തുകാർ ചേർത്ത് വെച്ചിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള വാക്കുകൾ. പണ്ടവൻ തന്നോട് ദീനിനുൾ കൊണ്ട് നിന്തുള്ളോരാദരധീരരേ, മക്കാമണൽ തട്ടിന്തിക്കൊക്കെ ഞെട്ടിച്ച ഹഖാറിന്നലി ഹൈദർ ശൂരരേ, പിണ്ട് അശീവതേ എന്നുള്ള കെലിമത്ത് കൊണ്ട് നടന്നവരെന്നും മാനിയത്ത്, മണ്ടന്മാരായുള്ളൊരറബീതൻ കൂട്ടത്ത് കണ്ടപ്പോ നബിയോടൊത്തവരും വ്യസനിത്ത്, മങ്ങാത്തൊരിമാൻ പൂമാരേ ദീനിൽ മായാത്തൊരു ബഹുമാനരേ,
മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അവിടെ തുടങ്ങുകയാ. അന്ന് മദ്രസയിൽ പഠിക്കുന്ന സമയം പോലും മനസ്സിന്റെ അകത്ത് വിരിച്ചു പോയതാ. ആ പാട്ടിനിടയിൽ എത്ര പ്രാവശ്യമാണ് പറയുന്നത് വീരപ്പുലി എന്ന് പറയുന്നത്, എത്ര പ്രാവശ്യമാ യോദ്ധാവ് എന്ന് പറയുന്നത്, എത്ര പ്രാവശ്യമാ. അല്ലാഹുവേ, ആ മഹാനുഭാവനോടുള്ള മഹബത്ത് എന്ന് തുടങ്ങിയതാ. എന്റെ കൊച്ചാലമോട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പാട്ടിലൂടെ എല്ലാം നനയ്ക്കുന്ന ആ ചരിത്രം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് മുമ്പിലൂടെ മക്കയുടെ മദീനയുടെ മണത്തരികൾ അത്ഭുതം കൊണ്ടുപോയ ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങള് കിതാബുകളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് സമർപ്പിക്കുമ്പോ സമയം പാഴാക്കാതെ രണ്ട് കൈകൊണ്ട് കൽബിലേക്ക് അമർത്തി വെച്ച് സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവേ, അവർക്ക് ഇസ്ലാമിന് വേണ്ടി സഹിച്ചതും കഷ്ടപ്പെട്ടതുമായ ജീവിതത്തിന്റെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അല്ലാ എന്ന് ചിന്തിച്ചിട്ട് പരമാവധി എന്തൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യണം മോനെ. 22 വയസ്സുള്ള മിഥിലാജ് എന്ന പൊന്നുമോന്റെ മയ്യത്തിന്റെ മുമ്പ് പൊട്ടിക്കരിഞ്ഞു പോയ ചെറുപ്പക്കാരാണ് കൊച്ചാലമോട് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, അവൻ അല്ലാഹു കൊടുത്ത ജീവിതത്തിന്റെ പര്യവസാനം അതോടുകൂടി കഴിഞ്ഞു പോയെങ്കില് അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു ആഫിയത്ത് തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നല്ല മക്കളെ തന്ന ഉമ്മ. മിഥിലാജിന്റെ പ്രിയപ്പെട്ട ഉമ്മ പൊട്ടിക്കരയുമ്പോ അല്ലാഹു തന്ന മക്കളെ കവിളത്ത് മുത്തം കൊടുത്തുകൊണ്ട് സീരിയന്റെയും സിനിമയുടെയും പൂരപ്പറമ്പിന്റെയും ഉള്ളറയില് വഴികേട് തരത്തിലേക്ക് മക്കളെ കൊണ്ടുപോകാൻ എങ്ങനാണ് പൊന്നുമോളെ നിനക്ക് കഴിയുക? ഒരു മാറ്റമുണ്ടാക്കണം നോളേ. പാവപ്പെട്ടവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും വീട് വെച്ചു കൊടുക്കാനും ഒക്കെ സംഘടനക്കാർ ഇതുപോലെ വാളുവെക്കുന്നതാകട്ടെ. അതിനുവേണ്ടി മാത്രമായിട്ട് പോയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസ് എന്തെന്നറിയോ? മുത്തുനബി തങ്ങൾ സഹാബത്തിനോട് പറയും, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു സഹാബത്ത്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, സഈദ കുല്ലു സഈദ്, അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചവരൊക്കെ ഉറപ്പായും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കും നബിയേ. അലിയാർ തങ്ങളെ വെറുത്തവരൊക്കെ നാളെ പരലോകത്ത് പരാജയപ്പെട്ടു പോകും നബിയേ. ആ വാക്കിനെ മുൻനിർത്തിയിട്ട് എന്റെ കൊച്ചാലമോട് വന്നവർക്ക് ആ ചരിത്രം ഒന്ന് പഠിക്കാൻ തുടങ്ങിയാലോ? ജനനം മുതൽ മരണം വരെയുള്ള ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടു പോകാതെ പറഞ്ഞ് പഠിക്കാൻ നമുക്ക് കഴിയില്ല. പ്രധാനപ്പെട്ട നാം പഠിക്കേണ്ടുന്ന ചരിത്രത്തിന്റെ ഭാഗത്തിലൂടെ ഒന്ന് യാത്ര ചെയ്തു പോയാലോ? അലി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയുടെ മകനായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അബൂ ത്വാലിബിന്റെ മകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരൻ. വളരെ ചെറിയ പ്രായത്തിൽ അലി റളിയല്ലാഹു അൻഹു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്തൊക്കെ കിട്ടി. നബി തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും കൂടി നമസ്കരിക്കുന്ന ഒരു രംഗം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും കൂടി രഹസ്യമായി ആരും കാണാതെ നമസ്കരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുകുട്ടി ആദ്യമായിട്ട് അത് കണ്ടു. കുടുംബക്കാരനാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, ആരും ഒരു കുറ്റം പറയുന്നില്ല. നേരെ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഇതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ, ഇതൊരു രഹസ്യമായ അമലാണ്, പരസ്യപ്പെടുത്തിയിട്ടില്ല, ഏകദൈവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടുന്ന ഇബാദത്താണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ആഗ്രഹം വരുന്നു, ഞാനും കൂടി നമസ്കരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നമസ്കരിക്കണമെങ്കിൽ നീ മുസ്ലിം ആകണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുസ്ലിം ആകണമെങ്കിൽ എനിക്ക് എന്റെ വാപ്പയോട് ചോദിക്കണം. അബൂ ത്വാലിബ് എന്ന മുസ്ലിം അല്ല. നബി തങ്ങൾ പറഞ്ഞു, ഇദാ ലം തസ്ലിം ഫക്തും, നീ മുസ്ലിം ആയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് പോയി വാപ്പാന്റെ അടുത്ത് പറയരുത്, പരസ്യമാക്കാനുള്ള സമയമായിട്ടില്ല, അവരൊന്നും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ പോയി പറയരുത് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹുവിനെ സമ്മതിച്ചു, വീട്ടിലേക്ക് പോയി. പക്ഷെ അലി റളിയല്ലാഹുവിന് ആ നിസ്കരിച്ച രംഗം മനസ്സിൽ നിന്ന് പോകുന്നില്ല. നബിതങ്ങൾ നിസ്കരിച്ച ആ രംഗം മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്തായാലും ഇനിയിപ്പോ എല്ലാ കാര്യവും വാപ്പയോട് ചോദിച്ചിട്ടാ ചെയ്യുന്നേ. ഏതായാലും ഇതൊരു സത്യസന്ധമായ കാര്യമാണ്, വാപ്പ സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ്, അതുകൊണ്ട് വാപ്പയോട് ചോദിക്കണ്ട. നേരെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു, ഇസ്ലാം മതം സ്വീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമസ്കരിച്ചു. എത്ര വലിയ ഭാഗ്യവാൻ! അന്ന് വേറെ ആരും ഇസ്ലാമിൽ വന്നിട്ടില്ല. അങ്ങനെ രഹസ്യമായിട്ടാണ് നമസ്കരിക്കുക, ആരും കാണാതെ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് പോയി നമസ്കരിക്കും. അങ്ങനെ ഒരിക്കൽ നിസ്കരിച്ചിട്ട് മടങ്ങി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഖദീജ ബീവിയെ, അലി റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുകുട്ടിയെ, വളരെ ചെറിയ പ്രായമാണ്, അബൂ ത്വാലിബ് കണ്ടു.
നിങ്ങൾ ഈ ചെയ്യുന്ന മതമേതാണെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിചാരിച്ചു, ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, കണ്ടല്ലോ, സത്യസന്ധമായി പറഞ്ഞു കൊടുക്കണമല്ലോ. അതാ ദീനുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ആകാശത്തെ പടച്ചവൻ അല്ലാഹുവാണ്, ബിംബങ്ങളല്ല. ഭൂമിയെ പടച്ചവൻ അല്ലാഹുവാണ്, ബിംബങ്ങളല്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. വദീനു മലായികത്തില്ലാ വദീനു റസൂലി വദീനു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു പോയ അല്ലാഹുവിന്റെ മതം ഇതാണിപ്പ എന്ന് പറഞ്ഞ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിനോട് കാര്യം അവതരിപ്പിക്കുമ്പോ ആ പ്രിയപ്പെട്ട അബൂ ത്വാലിബ് പറയുന്നു, മുഹമ്മദേ, എനിക്ക് നിന്നെ പിന്തുണക്കാനേ പറ്റുകയുള്ളൂ, സഹായിക്കാനേ പറ്റുകയുള്ളൂ, എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റൂല, എന്റെ സാഹചര്യം വളരെ മോശമാ എന്ന് പറഞ്ഞ അബൂ ത്വാലിബ് മടങ്ങിപ്പോയി. ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആദ്യമായി നമസ്കരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആള് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവാണ്. എത്രയെത്ര ഭാഗ്യങ്ങളാണ് അലിയാർ നിങ്ങൾക്കുള്ളത്. ചില വ്യക്തികൾക്ക് അല്ലാഹു കൊടുക്കുന്നത് സൗഭാഗ്യമാണ്, അത് വലിയ തൗഫീഖാണ്. അതിനെ നന്ദി രേഖപ്പെടുത്തണം. എന്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഉസ്താദ് എപ്പോഴും എന്നോട് പറയലുണ്ട്, ആരെഴുന്നാലും കൂടെ പറയലുണ്ട്, ഇത്രയും ആളുകൾ വരുന്ന സരസ്സുകളിൽ വിദേശ രാജ്യങ്ങളിലും മലബാറിലും അതുപോലെ കാസർഗോഡും ഗൾഫിലും ഡൽഹിയിലും അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവർ ലക്ഷദ്വീപിലൊക്കെ എന്റെ പ്രിയപ്പെട്ട ചിറയൻകീഴ് അൻവർ ഉസ്താദ് പഠിപ്പിച്ച ഇൽമിന്റെ മധുരമുള്ള വാക്കുകള് അഭിമാനത്തോടെ എഴുന്നേറ്റ് പറഞ്ഞു കൊടുക്കുക എന്നൊരു വ്യക്തിയുടെ കഴിവല്ല. ഒരു പ്രഭാഷകൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, എന്റെ കഴിവെന്ന് പറയാൻ പാടില്ല. അത് അല്ലാഹു കൊടുക്കുന്ന തൗഫീഖാണ്. തലവ ഉസ്താദിന് അല്ലാഹു കൊടുത്ത തൗഫീഖാണ് മവാഹിബുൽ ജലിയ. അതിന്റെ ഓരോ അക്ഷരങ്ങളിലൂടെ ബഹുമാനപ്പെട്ടവർക്ക് ഓരോ ദിവസം കിട്ടുന്നത് കോടിക്കണക്കിന് പ്രതിഫലമാണ്. അല്ലാഹുവേ, ആ ഖബറിൽ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഓരോരോ ആലിമീങ്ങൾക്ക് ഓരോരോ വ്യക്തികൾക്ക് അല്ലാഹു കൊടുക്കുന്ന സൗഭാഗ്യങ്ങളാണ്. അറിവ് വെച്ച നാള് മുതൽ പിതാവിന്റെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് പാലൂർ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട നാസിമുദ്ദീൻ സാറിന് ആരാക്ഷേപിച്ചാലും കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും അല്ലാഹു കൊടുത്ത ഭാഗ്യമാണ് ആ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുക എന്നത്. അല്ലാഹുവേ, അതിനറിയമാറ് പ്രതിഫലം നീ കൊടുക്കണയല്ല. ഓരോരുത്തർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യമാണ് പ്രിയപ്പെട്ടവര്. ചില വ്യക്തികളുടെ കഴിവെന്ന് നിങ്ങളത് കരുതാൻ പാടില്ല. അല്ലാഹു എനിക്ക് തന്ന ഭാഗ്യമാണ് നിങ്ങൾക്ക് നിന്ന് പ്രസംഗിക്കുക എന്നത്. നിങ്ങൾക്ക് അല്ലാഹു തന്ന ഭാഗ്യം എന്തെന്നറിയോ? എത്രയോ സ്ഥലത്ത് അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട്, എത്രയോ സ്ഥലത്ത് കള്ളു പിടിക്കുന്നുണ്ട്, എത്രയോ സ്ഥലത്ത് പെണ്ണ് പിടിക്കുന്നുണ്ട്, എത്രയോ സ്ഥലത്ത് വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. അതിനും പെട്ടുപോകാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ റബീഉൽ അവ്വലിന്റെ മാസമല്ലേ, ഒരു നല്ല കാര്യത്തിനുള്ള പ്രോഗ്രാം അല്ലേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഈ കസേരയിൽ വന്നിരിക്കാൻ കിടുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നാൽ ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളെ കുറിച്ച് അറിയണ്ടേ. ആദ്യമാർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കൊച്ചുകുട്ടിയാണ്, മാത്രമല്ല ആദ്യമാർ മുത്ത റസൂലിനോട് നമസ്കരിച്ച കുട്ടിയാണ്, മാത്രമല്ല ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്നത് കണ്ടുവന്ന കുട്ടിയാണ്, മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചത് എവിടെ എന്നറിയോ? അലി റളിയല്ലാഹു അൻഹു പ്രസവിച്ചത് എവിടെയാ? കടുവപ്പള്ളി ഹോസ്പിറ്റലിലാ. അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചത് എവിടെയാ? അല്ലാഹു കൊടുത്തൊരു വലിയ ഭാഗ്യമാണത്. വലദതുഹു ഉമ്മുഹു ബിജൗഫിൽ കഅബ. കഅബാലയത്തിന്റെ അകത്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പ്രസവിച്ചത്. അന്ന് കഅബാലയത്തിന്റെ അകം ഹോസ്പിറ്റലൊന്നുമല്ല. ആ കാലഘട്ടത്തിലൊക്കെ ഹോസ്പിറ്റൽ ഒന്നും ഇല്ലല്ലോ. എവിടെയാണെന്ന് നിൽക്കുക അവിടെ പ്രസവിക്കുകയാണ് അല്ലേ. ഇപ്പോഴല്ലേ ഹോസ്പിറ്റൽ. ഇപ്പൊ നടന്നുകൂടാ, തൂത്തുകൂടാ, കുലുങ്ങിക്കൂടാ, ചരിഞ്ഞുകൂടാ അല്ലേ. ഏത് താത്താടെ വയറ് കൊണ്ടുപോയി സ്കാൻ ചെയ്താലും കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കുന്നേ പറയൂ. അപ്പൊ താത്ത പറയാം, അത് മാപ്പിളെ പോലെയല്ലേ ആവുള്ളൂ. പിന്നെ തല എന്തായാലും മാപ്പിളെ ചരിഞ്ഞ് കിടക്കുമ്പോൾ മോന്റെ മൂന്ന് നടക്കൂല എന്ന് പറയും. അതങ്ങനെ തന്നെ നടക്കും. അപ്പൊ ഇതാണ് നമ്മളറിയാം. പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ. ചെറിയ പ്രായത്തിലൊക്കെ ഒരാളെ പ്രസവിച്ചു, ഒരാളെ തൊട്ടിൽ കിടക്കുന്നു, ഒരാൾ അടുത്തത് പിന്നെ വയറ്റിലാവാൻ പോകുന്നു, അടുത്ത വാപ്പച്ച അവിടെ നിന്ന് രണ്ടെണ്ണത്തിനെ കൊണ്ടുവരുന്നു, മൂന്നെണ്ണം സ്കൂളിൽ നിന്ന് വരുന്നു. ഇതൊക്കെ വീട്ടിൽ നടക്കും. അല്ലാഹു തആല ഏതായാലും നമുക്കൊക്കെ ആരോഗ്യം തരട്ടെ, നമ്മുടെ മക്കൾക്കും ആരോഗ്യം തരട്ടെ. വേറെ പുറത്തുള്ള ചർച്ചകൾക്ക് നേരമില്ലാത്തതുണ്ട്. ഒരു 2.5 മണിക്കൂർ എങ്ങനെ കിട്ടിയാലും കഷ്ടിച്ച് തീരാൻ പറ്റുന്ന രീതിയിലാണ് ഈ വിഷയം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ പറയാ. പിരിവിന് വേണ്ടി പ്രത്യേകിച്ച് സമയമൊന്നും കളയാനില്ല. ഇടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് സഹായിക്കണം. അതിനു വേണ്ടിയിട്ട് കൊടുതാത്ത അല്ലെങ്കിൽ താ കാക്കാന്ന് പറഞ്ഞ് ഈ സമയം പോയാൽ അലി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങും.
തുടങ്ങും, പിന്നെ നമുക്ക് പറയാൻ പറ്റൂല. അതിനു മുമ്പ് പറഞ്ഞു തീർക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോ സൗഭാഗ്യത്തിൽപ്പെട്ട ഒന്നാണ് കഅബാലയത്തിന്റെ അകത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചു എന്നത്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത മറ്റൊരു ഭാഗ്യം എന്തെന്നറിയോ? അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട അബൂ ത്വാലിബ് എന്ന് പറയുന്ന ഉപ്പാക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾക്കൊന്നും സമയത്ത് ഭക്ഷണം ലഭിച്ചിരുന്നില്ല. അങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള ഒന്ന് രണ്ടാളുകൾ തീരുമാനിച്ചു, അബൂ ത്വാലിബിന്റെ വീട്ടിൽ നിന്ന് ഓരോ മക്കളെ കൊണ്ടുപോയി നമുക്ക് വളർത്തിയാലോ. എന്തായാലും അദ്ദേഹത്തിനുള്ള സാമ്പത്തികവും ഇല്ല. അപ്പൊ അവിടെ ചെന്ന് സംസാരിച്ചിട്ട് ഓരോ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയി വളർത്തിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കുട്ടിയെ ഞാൻ വളർത്തിക്കൊള്ളാം, ഒരു കുട്ടിയെ ഞാൻ വളർത്തിക്കൊള്ളാം. അബൂ ത്വാലിബിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മൂത്താപ്പയോട് കാര്യം പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ഓരോരുത്തരെ ഏൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾക്ക് കഷ്ടപ്പാടല്ലേ ഉപ്പാ, നിങ്ങൾക്ക് ദാരിദ്ര്യമല്ലേ, അതുകൊണ്ട് ഒരു കുട്ടിയെ ഞാൻ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ആരെയാണ് മുഹമ്മദേ നിനക്ക് വേണ്ടത്? പൊന്നുമോനെ നീ കൊണ്ടുപോലെ വളർത്തിക്കോന്ന് പറയുമ്പോ, അല്ലാഹുവേ, ആ വീടിന്റെ പിറകുവശത്ത് വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ടൊരു കൊച്ചുകുട്ടി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ജീവിക്കാൻ അല്ലാഹു കൊടുത്ത മഹാഭാഗ്യവാൻ, റസൂലിനോടൊപ്പം ജീവിക്കാൻ അല്ലാഹു കൊടുത്ത മഹാഭാഗ്യവാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ കൈനീട്ടി വിളിക്കുകയാണ്. ആ പൊന്നുമോനെ ചെറിയ പ്രായത്തിൽ വിരൽ തുമ്പ് പിടിച്ച് വീട്ടിന്റെ കത്തിരം ഇറക്കിക്കൊണ്ടുപോയി. അല്ലാഹുവേ, 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 എത്ര വലിയ ഭാഗ്യമാണ്. റസൂലിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്ര ലക്ഷം സ്വലാത്ത് ചൊല്ലിനി എന്റെ ചെറുപ്പക്കാരാ. എത്രയോ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നില്ലേ? വളരെ ചെറിയ പ്രായത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തില്ലേ? പടച്ചവരെ, പാവപ്പെട്ട് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ പ്രകാശമുള്ള നിന്റെ ഹബീബിന്റെ മുഖമൊന്ന് കാണാൻ നീ ഭാഗ്യം തരണമല്ലോ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഖുർആൻ പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊന തഹത അശ്ശജറ. ഒരു വൃക്ഷത്തിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട് പ്രവാചകരോട് ബയ്യത്ത് ചെയ്ത വിഭാഗത്തെ അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആനിലൂടെ പറഞ്ഞെങ്കിൽ ആ ബയ്യത്ത് ചെയ്തവരിൽ പ്രധാനപ്പെട്ട ആള് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകമായ സ്നേഹം ചെറിയ പ്രായം മുതൽ തന്നെ അലി തങ്ങളോടുണ്ട്. അത് വരാൻ പോകുന്ന ഭാവിയുടെ വലിയൊരു പ്രകാശത്തിന്റെ ഒരു മുന്നറിയിപ്പായിരുന്നു. നബി തങ്ങൾക്ക് എന്ത് കിട്ടിയാലും വലതുഭാഗത്തിരിക്കുന്ന ആളിന് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾ എന്തുകൊണ്ട് തന്നാലും മൈക്ക് സെറ്റാറിനെ കൊടുക്കാൻ പറ്റും, എല്ലാവരും ഇടതുഭാഗത്തായിരിക്കുന്നു. നബി തങ്ങൾക്ക് എന്ത് കിട്ടിയാലും വലതുഭാഗത്തിരിക്കുന്ന ആളിന് കൊടുക്കും. വലതുഭാഗത്തെ മുന്തിക്കൽ നല്ലതാണ്. എപ്പോഴും ഏത് കാര്യത്തിനും വലതുഭാഗത്തെ മുന്തിക്കൽ നല്ലതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാളൊരു മനോഹരമായ ഒരു പക്ഷിയുടെ മാംസം പൊരിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ കിട്ടൽ കുറവാണ്. പക്ഷെ അദ്ദേഹം നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, റസൂലേ, അങ്ങ് വളരെ ലളിതമായി ഭക്ഷണം കഴിക്കുന്നയാളാണ്. ഇതെന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ്. ഞാനും എന്റെ ഭാര്യയും കൂടിയിട്ട് അങ്ങേക്ക് വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്നതാണ്, കഴിക്കണം. അല്ലേ? ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം, വീടുകളിലെ ഭക്ഷണമൊന്നും ഇല്ല, താത്തമാര് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കലില്ല. ഉസ്താദന്മാർ ആരെങ്കിലും വീട്ടിൽ വന്നാൽ പോലും, മോനെ സുബൈർ അപ്പുറത്ത് സുലൈമാക്കാരെ കടയിൽ പോയി 2 വാഴയ്ക്കപ്പം മാറ്റിക്കൊണ്ടാടാന്ന് പറയും. താത്ത ഉണ്ടായിത്ത ഉസ്താദ് ഇങ്ങനെ കഴിച്ചിട്ട് പറയാം, അൽഹംദുലില്ലാഹ്, വാഴയ്ക്കപ്പം ഉണ്ടാക്കിയ ചായക്കടയ്ക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അവർക്കെന്ത് ബറക്കത്താ? അതാണ് ഇപ്പോഴത്തെ പരിപാടി. ചിലവൊക്കെ നിന്നു, ചിലവ് വീടൊക്കെ നിന്നു. പുതിയ രീതിയും സംസ്കാരവും ഒക്കെ വന്നപ്പോ അല്ലേ, ഞാൻ വേങ്ങോടൊക്കെ നോക്കി നബിദിനായിട്ട് വല്ല അടയാളോ വല്ലോ അവിടെ ഒന്നും കാണാനില്ല. അല്ലേ? മുസ്ലിങ്ങൾ കൂടിയ അഭിമാനവും കച്ചവടമൊക്കെ ഇങ്ങനെ ഉയർന്നു വരുമ്പോ റബീഉൽ അവ്വലൊക്കെ മറക്കൂല്ലായിരുന്നു. അല്ലാഹു കാക്കട്ടെ. സലാത്തൊക്കെ കുറച്ചിലായിട്ട് തോന്നും. ശരിയാണ്, എല്ലാം ഇങ്ങനെ തോന്നും. അല്ലേ? എല്ലാത്തിനും ഒരു താല്പര്യക്കുറവ് വരും. അല്ലേ? ഒരാളിപ്പോ ഉംറയ്ക്ക് വിട്ടൊരു ഉസ്താദ് വന്നിട്ട് എന്നോട് പറഞ്ഞതാ, ഉസ്താദെ എന്റെ കൂടെ ഉംറയ്ക്ക് വന്ന ഒരാൾ പറഞ്ഞെന്തെന്നറിയോ പറഞ്ഞത്? അവിടെ നിന്ന് മക്കയിലെ ചൂടും കഷ്ടപ്പാടൊക്കെ വന്നപ്പോ ആള് പറയാം, വെറുതെ ആ ചായക്കട ഇരുന്ന കരിയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഞാൻ എന്നെ കിട്ടൂലായിരുന്നു, വേറെ ജോലിയൊന്നും ഇല്ല, ചുമ്മാ ഇവിടെ വന്നിരുന്ന പട്ടിണി അടക്കാൻ വേണ്ടി കുറെ ഉണക്ക് റൊട്ടി എടുത്ത് വെച്ചിട്ട് ഉംറ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വന്നാൽ മതിയാ, 1.5 ലക്ഷം രൂപയും പോയി. ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ റബ്ബേ, വെറുതെ ഇവിടെ വന്ന് ഈ ചുമ്മാ ഈ അവരെ മുമ്പ് കിടന്ന് കറക്കം നല്ല ഇതിന്റെ വല്ല സാധനം ഇയാൾക്ക് അറിയോ?
ആ ചായക്കടയിൽ നിന്ന് കരീമാക്കാക്ക് ശിക്ഷയാണ് അള്ളാഹ് കൊടുക്കാൻ പോയി. അവൻ അവിടെ കൊണ്ട് ചെന്നേന്. അയാൾ പറഞ്ഞിട്ട് അത്രയും പോയത്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോ കുറച്ച് ബുദ്ധിയൊക്കെ കൂടി വരുമ്പോ റസൂലുള്ളാഹിയൊക്കെ ചെറുതായിട്ട് തോന്നും, മൗലൂദ് കിതാബ് കത്തിക്കാൻ തോന്നും, അങ്ങനെ പലതും തോന്നും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആ വിഭാഗത്തിൽ ഈ വന്നിരിക്കുന്നവരിൽ പലരും ഉണ്ടെന്ന് എനിക്കറിയാം. സങ്കടമൊന്നും തോന്നിയിട്ട് കാര്യമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലിക്കോ ഓദിക്കോ. നിങ്ങൾ ചൊല്ലിയത് കൊണ്ട് റസൂലുള്ളാഹിക്ക് പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ചൊല്ലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കത്തും മദീനത്തും അള്ളാന്റെ അബിയു പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ല. നേട്ടം നിങ്ങൾക്ക് മാത്രമാണ്. ഒരിക്കലും അത് മറ്റൊരാൾക്കാണെന്ന് തോന്നിപ്പോകരുത്. നിങ്ങൾക്ക് വമ്പൻ നഷ്ടം വരും. ഒറ്റയ്ക്ക് കവറിന്റെ അകത്ത് കിടക്കുമ്പോ മലയാളം പുസ്തകം കാണൂല. അള്ളാഹ് കാക്കട്ടെ, കാത്തിരക്ഷിക്കട്ടെ പടച്ചോൻ. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം എല്ലാം. നമുക്ക് സ്റ്റാൻഡേർഡൊക്കെ കൂടും, പൈസയൊക്കെ കൂടും. അല്ല, നമ്മളൊക്കെ മൊയിലാക്കന്മാരെ പോലെയൊന്നും അല്ല. നമ്മൾ അന്തസ്സായി ജീവിക്കുന്നവരാ. നമ്മൾ ദീൻ വിക്കൂല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞൊക്കെ നടക്കും. അതൊക്കെ പറയാൻ മാത്രമേ രസം ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്കിടന്ന് അനുഭവിക്കുമ്പോ ഈ പറയാൻ കൂട്ടുനിന്ന ഒരുത്തിനുണ്ടാവൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു സൗഭാഗ്യത്തിന്റെ കഥ കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ ഒരു മാംസം പൊരിച്ചു കൊണ്ടുവന്നു കൊടുത്തു. ആരംഭ റസൂലിന്റെ വലതുഭാഗത്തിരിക്കുന്ന സഹാബികൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ കിട്ടും. വലതുഭാഗത്തിരിക്കുന്നവർക്ക് റസൂലുള്ള കൊടുക്കുമല്ലോ. അപ്പൊ ഇത് കിട്ടിയപ്പോ എന്തായാലും ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇടതുഭാഗത്തിരിക്കുന്നവർ വിചാരിച്ചു വലതുഭാഗത്തുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് കിട്ടുമല്ലോ. ആർക്ക് റസൂലുള്ള കൊടുത്തില്ല, അങ്ങനെ തന്നെ വെച്ചു. അപ്പൊ സഹാബികൾ ചോദിച്ചു, എന്ത് നബിയെ, ഇന്ന് അങ്ങ് ആർക്കും സപ്ലൈ ചെയ്യുന്നില്ലല്ലോ, എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കരമുയർത്തിയിട്ട് ദുആരക്കും, അല്ലാഹുമ്മ അഅ്തിനി ബിഅഹബ്ബി ഖൽഖിക ഇലൈക യാ അല്ലാഹ്. പടച്ചവനെ, എന്റെ സഹാബികൾ ഏറ്റവും അധികം നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇപ്പൊ എന്റെ മുമ്പിലേക്ക് നീ കൊണ്ടുവരണേ അല്ലാഹ്. ഈ മാംസം ഞാൻ ആദ്യം കൊടുക്കുന്നത് അയാൾക്കാണ്. ഞാൻ കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ആബിക്ക് കൊടുക്കും. പടച്ചവനെ, അങ്ങനെ ഒരാളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അല്ലാഹുവേ, ആ സ്വഹാബികളെ കണ്ണുകളൊക്കെ വാതിലിലേക്ക് പതിയുകയാണ്. ആരാണാവോ കടന്നു വരുന്നത്? എല്ലാവരും നോക്കിയിരിക്കുമ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവേ, സഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി, സ്നേഹം കൂടി പോയി. അവർക്കിത് കാണുമ്പോ അസൂയല്ല വരുന്നത്, അവർക്ക് കാണുമ്പോ സ്നേഹമാ വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ആ മാംസം അലി റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയാ. പോരെ പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറം എന്ത് സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവർക്ക് കിട്ടാനുള്ളത്? തീർന്നില്ല സഹോദരങ്ങളെ, തീർന്നില്ല. നീ എന്റെ കാവൽക്കാരനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു രാത്രി ഉണ്ടല്ലോ, അലിയാര് തങ്ങളോട് പറഞ്ഞ രാത്രി ഉണ്ടല്ലോ. അതെപ്പോഴും അറിയോ? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഗോത്രങ്ങളിൽപ്പെട്ട ഓരോ ഗോത്ര തലവന്മാര് ഊരിപ്പിടിച്ച പുതിയ വാളുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ വീടിന്റെ നാലു ഭാഗത്ത് വളഞ്ഞു നിൽക്കുകയാ. എപ്പോഴാണോ നബി തങ്ങൾ മദീനത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരിക, ആ ഇറങ്ങി വരുന്ന സെക്കൻഡിൽ കഴുത്തറുപ്പിടുക, അതല്ലാതെ വേറെ ലക്ഷ്യമില്ല. ഈ മുഹമ്മദിനെ കൊണ്ടുള്ള ഉപദ്രവം തീർത്തേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ശത്രുക്കളാ ഭവനത്തിന്റെ നാലു ഭാഗത്ത് ഗോത്ര തലവന്മാര് ഊരിപ്പിടിച്ച വാളുമാരവിടെ നേതൃത്വത്തിൽ തടിച്ചുകൂടിയിരിക്കുമ്പോ ആ വീട്ടിനകത്ത് ആ പരിസരത്തുള്ള സഹാബികളൊക്കെ മദീനത്തേക്ക് ഹിജറ പോയി. ഇനി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുരുക്കം ചില ആളുകളും മാത്രമേ ഉള്ളൂ. ആ വീട്ടിനകത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ രാത്രി സമയത്ത് എഴുന്നേറ്റ് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, അലിയേ, ഞാൻ കിടക്കുന്ന സ്ഥലം ഇവിടെയാണ്, എന്റെ വിരിപ്പിതാണ്, എന്റെ ഈന്തപ്പനയുടെ ഓല ഇതാണ്, ഇവിടെ നീ കിടക്കുമോ അലിയേ? എന്നെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ പുറത്ത് കാത്തിരിക്കുകയാ. അള്ളാന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് രാവിലെ എനിക്ക് പകരം നീയായിരിക്കണം പുറത്തിറങ്ങാനുള്ളത്. ചിലപ്പോൾ അവര് വെട്ടും, ചിലപ്പോൾ അവര് കൊല്ലും, അവർക്ക് എന്തും സംഭവിക്കാം. അലി റളിയല്ലാഹു അൻഹു എന്ന സഹോദരനോട് ആരംഭ റസൂൽ അത് ചോദിച്ചപ്പോ അലിയാർ തങ്ങൾ കരഞ്ഞോണ്ട് ചരിത്രം പറയുകയാ, യാ റസൂലല്ലാഹ്, കിടക്കുമോ എന്ന് ചോദിക്കണമോ നബിയേ? എനിക്ക് ഭക്ഷണം തന്ന, എനിക്ക് സ്നേഹം തന്ന നബിയേ, എനിക്ക് സ്നേഹം തന്ന നബിയേ. വെറുതെയല്ല സൈനദി മഖ്ദൂർ റളിയല്ലാഹു അൻഹു പാടിയത്, അംദ ഉമ്മുൻ അമ്മബൂ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറുൻ നബി. റബീഉൽ അവ്വൽ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീൽ അബ്തഹി വൽ ഹബീബുൽ അറബി. ഉമ്മാക്ക്
കഴിയില്ല, ഉപ്പാക്ക് കഴിയില്ല, ഇത്രത്തോളം ഒരാളെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പാടിപ്പോയത് വെറുതെയല്ല. അലിയാര് തങ്ങൾ പറയുന്ന നബിയേ, ഞാൻ കിടന്നുകൊള്ളാ നബിയെ, അവര് വെട്ടട്ടെ, അവര് കുത്തട്ടെ, അവര് കൊല്ലട്ടെ റസൂലേ, അവിടുന്ന് പൊക്കോളാൻ പറഞ്ഞ മുത്ത് റസൂല് മക്കളുടെ സർവ്വകാര്യങ്ങളും അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അലിയേ നീയാണ് കാവൽക്കാരൻ, അലിയേ നീയാണ് കാവൽക്കാരൻ, അലിയേ നീയാണ് കാവൽക്കാരൻ. അതുകൊണ്ട് അലിയേ നീ സർവ്വകാര്യങ്ങളും നടത്തിയിട്ട് വേണം വരാറെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് പുറത്തിറങ്ങുകയാ. വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ എന്ന പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീനില്ലേ, മറന്നുപോയോ കൊച്ചാലും മൂടുകാരാ? മറക്കാൻ സാധ്യതയുണ്ട്. ഭർത്താവിന് ഗൾഫിൽ നല്ല ജോലി കിട്ടിയല്ലോ, മക്കൾക്ക് പരീക്ഷയിൽ നല്ല ഉന്നത വിജയം കിട്ടിയല്ലോ, നിന്റെ ശരീരം നിറച്ച് സ്വർണ്ണമായല്ലോ. ഇനി പഴയകാലത്ത് ഉമ്മമാര് ചെയ്തിരുന്ന അമലുകളെ മറക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ആ ഖുർആനിന്റെ മനോഹരമായ വചനമോദിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പുറത്തിറങ്ങുകയാണ്. ആ അലി റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പിടിക്കുകയാ. അലിയോട് ചോദിച്ചവിടെ മുഹമ്മദിനോട്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു രാത്രി തന്നെ പോയല്ലോ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു റഖീബൻ അലി, ഇന്ന് അലി റളിയല്ലാഹു അൻഹു ആകുന്ന എന്നെ അല്ലാഹുവിന്റെ റസൂൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. ഈ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അലിയുൻ അഖീ ഫിദ് ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അലിയും മിന്നി വഅന മിൻ അലി, ഞാൻ അലിയിൽപ്പെട്ടവനാണ്, അലി റളിയല്ലാഹു അൻഹു എന്നിൽപ്പെട്ടവനാണ്. അലിയും മിന്നി ബിമൻസിലതി റഅസിൻ മിൻ ബദനി, എന്റെ ശരീരത്തിൽ തലയുടെ സ്ഥാനമാണ് അലിയാരിതങ്ങൾക്കുള്ളതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇത്രയൊക്കെ സ്ഥാനമുള്ളത് കൊണ്ടാണ് ബദർ യുദ്ധം നടന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ മറുഭാഗത്ത് തടിച്ചുകൂടിയിരിക്കുമ്പോ ഇപ്പുറത്തെ ഭാഗത്ത് ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട സന്തർ സഹചാരികളാണ് സഹാബാക്കിറ പട്ടിണിയാണ്, പരിവട്ടമാണ്, കഷ്ടപ്പാടാണ്, മെലിഞ്ഞുണങ്ങിയവരാണ്, സാധുക്കളാണ്, ആയുധം കുറവാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ശത്രുക്കൾ പ്രശ്നമുണ്ടാക്കിയാലല്ലാതെ അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് നമ്മുടെ പ്രവാചകരാണ്. കൊച്ചാലമൂടുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങള്, അതാണ് നിങ്ങൾ പരിചയപ്പെടുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അല്ലാതെ മലയ്ക്ക് പോകുന്നവന്റെ വാഹനത്തിന്റെ ടയർ കുത്തി കീറിയിട്ട് തക്ബീർ വിളിക്കുന്ന, ആരെയും ഉപദ്രവിക്കാത്ത ഹൈന്ദവന്റെ മുഖത്ത് നോക്കി ഇസ്ലാമിന്റെ പവറിന്റെ രക്തം കാണിക്കുന്നവര് യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് കൊച്ചാലമൂട്ടിലെ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു തരികയാ. ഇത് പറയുമ്പോ ഏറ്റവും വലിയ തീവ്രമായ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന എന്റെ ചെറുപ്പക്കാർക്ക് മനസ്സിനകത്ത് സങ്കടം വരണ്ട. ആവശ്യമില്ലാതെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിയിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഏറ്റവും വലിയ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ച അവസാനം നാശത്തിലേക്ക് ചെന്നുവിട്ടു പോകുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവര്, ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രശ്നമുണ്ടാക്കിയാൽ അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് പ്രശ്നത്തിന് ചെല്ലരുത്. ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് വലിയതും ഉത്തുപത്തും ശൈബത്തും ഒക്കെ വെല്ലുവിളിക്കുകയാ. പറഞ്ഞു വിടടാ മുഹമ്മദേ, ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അൻസാരികളിൽപ്പെട്ട ചില സഹാബികൾ അങ്ങോട്ട് പറഞ്ഞു വിട്ട് യുദ്ധം ചെയ്യാനും. അൻസാരികളിൽപ്പെട്ട മെലിഞ്ഞുണങ്ങിയ കുറെ ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾപ്പെട്ട വലീദും ഉത്തുബത്തും ഒക്കെ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് ഞങ്ങളെ കളിയാക്കാണോ? വാളോങ്ങാൻ പോലും ഇവരില്ല നിങ്ങൾക്ക്. ഇവരെ പറഞ്ഞു വിടുമ്പോ ഇതൊരു യുദ്ധമല്ല മുഹമ്മദേ, നീ ഞങ്ങളെ കളിയാക്കാണോ? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ കൂടെ നീ പാലും തേനൊക്കെ കൊടുത്ത് വളർത്തിയ ഒരു സാധനം ഉണ്ടല്ലോ, അവനെ അങ്ങോട്ട് ഇറക്കി വിട്ടാണ്. നമുക്ക് അവനാണ് ആവശ്യം. അല്ലാതെ ഈ പാവപ്പെട്ടവരൊക്കെ അങ്ങോട്ട് കയറ്റി ഇവരൊക്കെ വെറുതെ ഒന്നിട്ടിട്ടൊരു കാര്യമൊന്നുമില്ല. നിന്റെ കൂട്ടത്തിൽ ചില മിടുക്കന്മാരുണ്ട്, അവരെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കി നിൽക്കുമ്പോ ശത്രുക്കൾ പേരെടുത്തു പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ നിന്റെ അലിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ടെന്റിനകത്തേക്ക് കയറി, ഖും യാ അലി, അലി എന്ന് എഴുന്നേൽക്കുക. ബദർ യുദ്ധത്തിന്റെ പ്രഥമ കവാടം തുറന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുമ്പിലേക്ക് പോയി യുദ്ധം ചെയ്തു. സംഭവമൊക്കെ കഴിഞ്ഞ് വിജയിച്ചു മടങ്ങി വന്നു. ആ ചരിത്രം പറയൽ അലി റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്നതിനോട് ചേർന്നതല്ല. അത്ര ഭാഗം മാത്രമേ അലി തങ്ങളുടെ കാര്യത്തിൽ പറയേണ്ടതുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്നു ആര്? അലി റളിയല്ലാഹു അൻഹു. എന്നാൽ ഒരു യുദ്ധത്തിന് അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുപോയില്ല, തബൂക്ക് യുദ്ധത്തിൽ
കൊണ്ടുപോയില്ല, നീ വേണ്ട, നീ യുദ്ധത്തിന് വേണ്ടി വരാൻ വേണ്ടി ഒരുങ്ങണ്ട എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ മുതൽ അലി റളിയല്ലാഹു അൻഹു കരയാണ്. നമ്മളാരെങ്കിലും പറഞ്ഞ അൽഹംദുലില്ലാ കടുവപ്പള്ളി കൊടുത്ത കടാത്തം സ്വീകരിച്ചു, എന്നെ വേണ്ടാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്ന് നീ യുദ്ധത്തിന് വരണ്ട. അലി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കൂല. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു കരഞ്ഞ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണീര് കണ്ട് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് അലിയാർ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് തുഖല്ലിഫനി മഅൻ നിസാഇ വസ്സിബിയാൻ. യുദ്ധത്തിന് പോകാതെ നാട്ടിൽ നിൽക്കുന്ന സ്ത്രീകളെടുത്ത് മക്കളോടൊത്ത് നിൽക്കാനാണോ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന റസൂലേ? യുദ്ധത്തിന് പോകാതെ ഇവിടെ നിൽക്കുന്ന കുറെ സ്ത്രീകളുണ്ട്, കുറെ കുഞ്ഞുങ്ങളുണ്ട് നബിയേ, അവരോടൊത്ത് ഇവിടെ നിൽക്കാനാണോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കരയാ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അമാ തർലാൻ തകൂന മിന്നീ ബിമൻസിലത്തി ഹാറൂന ബിമൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂനുമുള്ള ബന്ധം പോലെ എന്റെ പ്രിയപ്പെട്ട അലിയേ, എന്റെ പ്രിയപ്പെട്ട അലിയേ, മൂസാ നബി ഹാറൂന് കൊടുത്ത സ്ഥാനം പോലെ ഞാൻ നിനക്കൊരു സ്ഥാനം തരുന്നത് പോലെ അലിയേ, അത് നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോ കണ്ണീര് തുടച്ചുകൊണ്ട് ഒരു കൂടപ്പറപ്പിന്റെ സ്ഥാനം കിട്ടിയപ്പോ സമാധാനത്തോടെ തിരിച്ചുപോയി മഹാനായ അലി റളിയല്ലാഹു അൻഹു. എന്നാൽ അലി റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യത, കഅബയിൽ പ്രസവിച്ചു, ആദ്യമായിട്ട് നിസ്കരിച്ചു, റസൂലുള്ളാഹിയുടെ നിസ്കാരം കണ്ടു, മുത്ത റസൂൽ എന്നെ വളർത്തി, പല കാര്യങ്ങളും ചെയ്തു. ഏറ്റവും വലിയ ഭാഗ്യത അറിയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യത ജീവിതത്തിലാണ്. മരിക്കുന്ന സമയം കലിമ പറയില്ല, അതല്ലാതെ അതിനു മുമ്പുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യത കല്യാണം കഴിയില്ല. കല്യാണം കഴിക്കൽ വലിയ ഭാഗ്യമാണെന്ന് കല്യാണം കഴിച്ചവര് പറയട്ടെ, കഴിക്കാത്തവർക്ക് അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. കഴിച്ചവര് പറയണത് അല്ലാഹ് വെട്ടുസ്താദെ. കല്യാണം കഴിക്കലല്ല, പിന്നെ ആ കല്യാണത്തിലൂടെ ഒരു സോലിഹത്തായ പെണ്ണിനെ കിട്ടൽ ഒരു വലിയ ഭാഗ്യം. അതൊരു വലിയ ഭാഗ്യമാണെന്ന് സോലിഹത്തായ ഭാര്യമാരുള്ളവര് പറയട്ടെ. നിങ്ങളുടെ ഭാര്യ സോലിഹത്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഭാര്യമാര് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കൈവെക്കും. കാരണം എന്താ, അവള് മുകളിലിരിക്കുകയാണ്, കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് സോലിഹത്ത് തന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അല്ലെ? അതൊരു സോലിഹത്താവണം. നിങ്ങൾ വിചാരിക്കും ഔഷാദ് വാക്കയൊക്കെ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ പ്രസംഗിച്ചപ്പോ എത്ര അടിപൊളിയായിരിക്കും, ഭാര്യയൊക്കെ സെറ്റപ്പായിട്ടായിരിക്കും ചെയ്യും. ഞാൻ അനുഭവിക്കണം, എനിക്കല്ലേ അറിയുള്ളൂ. എല്ലാവർക്കും അതിന്റെ, മുസ്ലിയാരായാലും തങ്ങളായാലും പെണ്ണ് പെണ്ണല്ലേ. നമ്മളെ വീട്ടിൽ നമ്മളോടൊപ്പം കഴിയുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് അള്ളാഹു കൊടുത്ത എല്ലാ കുറവും എല്ലാ പെണ്ണിനും ഉണ്ടാവും.